നമുക്ക് ആരും തരാനില്ല മക്കളൊന്നും. അപ്പൊ നമ്മളിവിടെ കാലത്തുമല്ല ഞാൻ ഇവിടെ വന്ന് നടയിരുന്നിട്ട് അന്ന് തൊട്ട് എനിക്കിവിടെ എൻ്റെ മക്കൾ തന്നെ എനിക്ക് വല്ല തരാം. മക്കളുണ്ടെങ്കിൽ നമുക്ക് തരാനാരുമില്ല. ഇന്ന് നമ്മുടെ ചിറയൻകീഴ് ശാർക്കര അമ്പലത്തിൽ കണ്ട കാഴ്ചയാണിത്. ഈ പാവപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും ഇവിടെ വെച്ച് സദ്യ കൊടുക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഒത്തിരുന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്നതാണ് ഞാൻ കാര്യം തിരക്കിയതാ. അപ്പോഴാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയെ കുറിച്ചും അതിലെ അംഗങ്ങളെ കുറിച്ചും അവർ ചെയ്യുന്ന ഈ ഒരു നന്മയെ കുറിച്ചും മനസ്സിലായത്. ഇവരെല്ലാം തന്നെ നമ്മുടെ ശാർക്കര അമ്മയുടെ മുന്നിൽ അവിടുത്തെ നടയിൽ ആരാലും നോക്കാനില്ലാതെ അഭയം പ്രാപിച്ചവരാണ്. അവിടെയാണ് അമ്മതൻ കൈത്താങ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ പ്രത്യേകത. ഇവർക്ക് എല്ലാ ദിവസവും കാപ്പിയും അതുപോലെ എല്ലാ ദിവസത്തേക്കുള്ള ഉച്ചയൂണും. സന്നദ്ധ മനസ്സുള്ള ഒരുപാട് അംഗങ്ങളടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ ഒത്തൊരുമ കാരണമാണ് ഇവർക്ക് എല്ലാ ദിവസവും കാപ്പിയും അതുപോലെ ഉച്ചക്കാലത്തെ അന്നദാനവും കിട്ടുന്നത്. ഇനിയിപ്പോ ഇതിനാവശ്യമായ ഫണ്ട് പിരിഞ്ഞു കിട്ടിയില്ലെങ്കിൽ പോലും ഇതിന്റെ അഡ്മിനായ ശാർക്കര ഗേറ്റിനടുത്ത് ശാർക്കര അമ്മ ഫ്ലവർ മാർട്ട് നടത്തുന്ന ഈ ഒരു ചേട്ടന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടക്കും. എല്ലാ ദിവസവും കാപ്പിയും അന്നദാനവും കൊടുക്കുമെങ്കിൽ പോലും ഇന്ന് ഇവർക്ക് സദ്യ സ്പോൺസർ ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചക്കാലത്തേക്ക് വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് തന്നെയാണ് ഇതെന്താണ് സംഭവമെന്നും ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ തിരക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ശാർക്കര അമ്മയുടെ കൈത്താങ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയെ കുറിച്ച് ഞാൻ അറിയുന്നത്. ശരിക്കും നമ്മൾ പാഴാക്കി കളയുന്ന ഒരുപാട് പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആർഭാടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പൈസയുണ്ട്. അത് ഇങ്ങനത്തെ ഒരു വയർ നിറയാൻ ഉപയോഗിക്കുമെങ്കിൽ അത് വളരെ നല്ലതല്ലേ. അതിനേക്കാൾ വലിയൊരു പുണ്യം നമുക്ക് ചെയ്യാനില്ല. ഇവര് പറയുന്നത് ഇവരെ നോക്കാൻ ഇവരുടെ മക്കളോ ആരും ഇല്ലെന്നാണ്. ഉണ്ടെങ്കിൽ തന്നെ ഇവരെ ആരും നോക്കാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും ചെയ്യും പോലെ ഒരു നേരത്തെ ആഹാരം ഇവർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അതിനേക്കാൾ വലിയൊരു നന്മ വേറെ തരാനില്ല മക്കളൊന്നും. അപ്പൊ നമ്മളിവിടെ കാലത്തുമല്ല ഞാൻ ഇവിടെ വന്ന് നടയിരുന്നിട്ട് അന്ന് തൊട്ട് എനിക്കിവിടെ എൻ്റെ മക്കൾ തന്നെ എനിക്ക് വല്ല തരണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചോറില്ല, പിന്നെ ഉപ്പാവൊക്കെ കിട്ടും, അത് എൻ്റെ മക്കൾ തരും. മക്കളെ മക്കളുണ്ടെങ്കിൽ നമുക്ക് തരാനാരുമില്ല. നമുക്ക് ആരും ഒരു നേരം തരാനില്ല. ഈ നിൽക്കുന്ന മോൻ ഈ മോനെ ഉള്ളു ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ. വിശപ്പ് തീർക്കുന്നത് ചായ കുടിക്കാൻ എൻ്റെ മക്കളെ എന്തിയാണ് മോനെ കഴിയുന്നത്? എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇത്ര വർഷം കൊണ്ട് 10 വർഷം കൂടുതൽ ഞാൻ കൊടുക്കുകയാണ്. കൊച്ചിലെ കാണുന്ന മോനാണിത് എന്റെ മോൻ. ബാക്കി ദിവസങ്ങളിലെ ക്ഷേത്രത്തിനകത്താണ് കൊടുക്കണത്. ഇന്നൊരു സദ്യയോടുകൂടി ഒരു ദിവസം ഒരാൾ ഓർഡർ ചെയ്താൽ ഇന്ന് കൊടുക്കുന്നവിടെ നമ്മളിവിടെ അമ്പതൻ കൈത്താൻ ശാർക്കര കൂട്ടായ്മയുടെ പേരിൽ എല്ലാ ദിവസവും ആഹാരം കൊടുക്കേണ്ടതാണ്. ഉള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ അഡ്മിൻ ചെയ്യും. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്പതൻ കൈത്താങ് നമ്മൾ പേരിട്ട് കോവിഡ് തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയതാണ്. കോവിഡ് കാലം മുതൽ നമ്മൾ ഈ സംരംഭം തുടങ്ങിയാണ്. ഇതേപോലുള്ള പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. അന്തേവാസികളായ പാവങ്ങൾക്ക് വേണ്ടി.